ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഇവാനിയൻ ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 ധ്യാനങ്ങളിലൂടെ നമ്മൾ ഇവാനീസ് പിതാവിൻ്റെ പ്രാർത്ഥനയെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. പിതാവിൻ്റെ ധ്യാന രീതികളെ കുറിച്ചുമൊക്കെ ഒരു സ്വാംശീകരിച്ച രീതിയിൽ നിന്ന് സമന്വയിപ്പിച്ച ഒരു രീതിയിൽ നിന്നാണ് നമ്മളത് അപ്രോച്ച് ചെയ്തത്. പിതാവിൻ്റെ ധ്യാനത്തിൽ നിന്ന് പിതാവ് പ്രാർത്ഥിക്കുന്ന, മധ്യസ്ഥത തേടുന്ന, അനുഗ്രഹിക്കുന്ന ഒക്കെയുള്ള വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറി. പക്ഷെ പിതാവിൻ്റെ ആ ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കരിസ്മാറ്റിക് വ്യക്തിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പോലും ധ്യാനിക്കാൻ കഴിയുന്നതിലാണ് ആ ഒരു അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ നോട്ടം, നമ്മൾ നോക്കിയ പോലെയോ നമ്മൾ കണ്ട ആ ഒരു ആഴത്തിലൊന്നുമല്ല പിതാവ് കാണുന്നത്. ഇപ്പൊ പിതാവ് ഇവൻ സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ വരെ കാണാനും മണക്കാനും കഴിവുള്ള ഒരു പ്രാർത്ഥന ചൈതന്യത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് നമുക്ക് പറയാം. ഇനി ഒരു ഇവാനിയൻ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാകാൻ, അല്ലെങ്കിൽ ആ ഇവാനിയൻ സ്പിരിച്വാലിറ്റി പുനരൈക്യം എന്ന ഒരു സ്ഫടികത്തിലൂടെയാണ് നമ്മളത് നോക്കുന്നത്. രക്ഷാകരമായി തിരുത്തലെന്ന വിമുഖതയെ കളഞ്ഞ് അഭിമുഖരാകാനായിട്ടുള്ള പുതിയ ആഭിമുഖ്യങ്ങളെ തേടാനുള്ള ഒരു പ്രക്രിയയാണ് ഇവാനിയൻ വേ. ഇനി നമ്മൾ മുന്നോട്ട് പോകും തോറും ഇതുവരെ നമ്മൾ പഠിച്ചതും അല്ലെങ്കിൽ കണ്ടതുമായ എല്ലാ കാര്യങ്ങളെയും സമന്വയിപ്പിച്ചു കൊണ്ടുവേണം ഇനിയുള്ള ചിന്തകൾ നടത്താനായിട്ട്. കാരണം ഒന്നിൻ്റെ മേൽ വെച്ച് പണിതുയർത്തുന്ന ഒരു ചിന്താരീതിയാണത്. അത് ഒരു ഒറ്റ സ്പോട്ടിൽ നിൽക്കുക അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. സോ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു ചോദ്യം ചോദിക്കണം. പുനരൈക്യപ്പെടാൻ സത്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? പുനരൈക്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വിമുഖത അത് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. പലപ്പോഴും സ്പിരിച്വാലിറ്റിയിൽ വരുന്ന ഒരു വലിയ തകരാറ്, എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ വലിയ ഇഷ്ടമാണ്, എല്ലാവർക്കും യേശുവിനെ അറിയാൻ ഇഷ്ടമാണ്. പക്ഷേ യേശുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ആഴങ്ങളിലേക്ക് നടന്നെടുക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആ ഒരു പെരിഫറലിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിതത്തിൻ്റെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ, പൗരോഹിത്യ ജീവിതത്തിൻ്റെ, സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒക്കെ ആഴത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ ഒരു ആധ്യാത്മിക നിസ്സഹായത അല്ലെങ്കിൽ ഒരു നിഷ്ക്രിയത പിടികൂടും. വി ഇമ്മീഡിയറ്റ്ലി ബിഗിൻ ടു സേ ദിസ് ഈസ് ഇനഫ്. അതൊരു മീഡിയോക്രസിയാണ്, ഇതെനിക്ക് മതി എന്നുള്ളത്. അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനുള്ള ഭയത്തിൽ നിന്ന്. കാരണം അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുക എന്നത് പുനരൈക്യത്തിലേക്ക് കടക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആഴത്തിലുള്ള പുനരൈക്യങ്ങളിലേക്ക്, ആ വ്യക്തിയുമായിട്ട്, പ്രകൃതിയുമായിട്ട്, ദൈവവുമായിട്ടൊക്കെ ആ ലാസ്റ്റ് കടമ്പ അത് കടക്കണം. പക്ഷെ പലപ്പോഴും കുടത്തിൽ വെള്ളം നിറച്ച് നടന്നു വന്ന് പടുക്കിൽ വെച്ച് അത് ഉടച്ച് ഒരു തരം വിഷണ്ണനായി നിൽക്കുന്നത് പോലെയാണ് പല വ്യക്തികളും. പ്രാർത്ഥന തുടങ്ങും, സ്നേഹജീവിതം തുടങ്ങും, സൗഹൃദങ്ങൾ തുടങ്ങും. പക്ഷെ എവിടെയൊക്കെ എലോങ് ദ വേ ദ മിസ് എന്നിട്ട് ന്യായീകരണത്തിൻ്റെ ഒരു ആധ്യാത്മികതയിലേക്ക് കടന്ന് അത്രയ്ക്കേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്ന ഒരു രീതി. അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ പറയാൻ തുടങ്ങും, മനുഷ്യനൊക്കെ ആവും ആദ്യം, അത് കഴിഞ്ഞിട്ടൊക്കെ വിശുദ്ധരായാൽ പോരെ. രണ്ടും ഒരുമിച്ച് പോകണം. മനുഷ്യത്വം എന്ന് പറയുന്നതും വിശുദ്ധി എന്ന് പറയുന്നതും രണ്ടായിട്ട് കാണുന്നില്ല. അത് ഫ്യൂസ് ആയതുകൊണ്ടല്ലേ. ഫ്യൂസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ഫ്യൂസായി എന്നല്ല, അത് രണ്ടും കൂടിച്ചേർന്നത് കൊണ്ടല്ലേ ദൈവം മനുഷ്യനായി നമ്മളുടെ ഇടയിൽ വസിച്ചത്.
അവൻ മനുഷ്യനായിരുന്നു, വിശുദ്ധനായിരുന്നു. ഒന്നായിട്ട് മറ്റാവാൻ വേണ്ടി കാത്തു നിൽക്കലല്ലായിരുന്നു അത്, മറിച്ച് മനുഷ്യത്വവും വിശുദ്ധിയും ഒന്നു ചേരുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് ഒന്ന് കഴിഞ്ഞിട്ട് മറ്റേത് എന്നല്ല, അതാണ് പരിണാമം. നമ്മൾ അങ്ങനെ വളരുന്നു. അതിനുവേണ്ടി ഒത്തിരി രക്ഷാകരമായ തിരുത്തലുകൾ നമ്മുടെ ഉള്ളിലേക്ക് വരണം. അതല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകും. അനുസരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ താല്പര്യപ്പെടാതെ, വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെടാതെ ഒരു മുഹൂർത്തത്തിൽ നമ്മൾ ആർഗ്യൂ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതിന് നമ്മൾ ചോദിക്കണം, സത്യത്തിൽ ഉള്ളിൻ്റെ ഉള്ളില് പുനരൈക്യപ്പെടാൻ, അല്ലെങ്കിൽ സുഖപ്പെടാൻ, അല്ലെങ്കിൽ ആ രക്ഷാകര തിരുത്തൽ നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? സംടൈംസ് നോ. നിക്കോദമസിന്റെ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. യേശുവുമായിട്ട് സംവാദിക്കാൻ വരുന്ന വ്യക്തി, രാത്രിയിൽ വന്ന് വചനത്തെക്കുറിച്ചും തിയോളജിയെക്കുറിച്ചും ഒക്കെ ആഴത്തിൽ ഗഹനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വ്യക്തി. പക്ഷേ ഒരു മുഹൂർത്തത്തിൽ യേശു ആ ഒരു അവസാനത്തെ കടമ്പ കടക്കുന്നതിനെ കുറിച്ച് പറയും. നിക്കോദമോസേ, നീ 2ാം പ്രാവശ്യം ജനിക്കുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ആർ യു റെഡി? പെട്ടെന്ന് തന്നെ നിക്കോദമോസ് അവിടെ നിർത്തും. എല്ലാ ഡിസ്കഷനുകളും നിർത്തി. പിന്നെ ഒരു കളിയാക്കലിൻ്റെ രീതിയിൽ പറയും, ഞാനിപ്പോൾ വയസ്സായില്ലേ, ഇനി ഞാനെങ്ങനെ എൻ്റെ അമ്മയുടെ ഉദരത്തിലേക്ക് പോകുന്നേ, വീണ്ടും ജനിക്കുന്നേ? യേശു അപ്പോൾ ഒരു ചെറിയ ചിരിയോടുകൂടെ പറയും, ഒരു ടീച്ചറായ നിനക്ക്, ഒരു അധ്യാപകനായ നിനക്ക് ഇവ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ സ്വർഗീയ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ നിനക്കത് എങ്ങനെയാ മനസ്സിലാകുക? അന്ന് രാത്രി നിക്കോദമോസ് തിരിച്ചുപോയി. നിക്കോദമോസ് സത്യത്തിൽ വീണ്ടും ജനിക്കാൻ ആഗ്രഹിച്ചിരുന്നു, പുനരൈക്യപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹം ഒരുപക്ഷെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ കടമ്പയിലേക്ക് കടക്കാൻ, പുനരൈക്യപ്പെടാനുള്ള ആ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ആർജവം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും നമ്മളുടെ ഡിസ്കഷനുകളിലെ ബൈബിൾ പ്രാർത്ഥനകളിലൊക്കെ ആരംഭശൂര്യത്വമുണ്ട്. നമ്മൾ മുന്നോട്ട് പോകാനും അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയാനായിട്ട് തുടങ്ങും. പക്ഷേ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണം. നമ്മൾ ആ മീഡിയോക്രസിയെ നമ്മൾ തകർത്ത് പുറത്തു വരണം. അപ്പോഴാണ് നമ്മൾ പുനരൈക്യത്തിൻ്റെ ആ ഒരു മധുരിമ, അല്ലെങ്കിൽ ആ പുനരൈക്യത്തിൻ്റെ ആ രക്ഷാകര തിരുത്തലിൻ്റെ ആ ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ നമുക്ക് മനസ്സിലാകാനും അത് ആസ്വദിക്കാനും തുടങ്ങുകയുള്ളൂ. അല്ലെങ്കിൽ യേശു പറയുന്നത് പോലെ മനുഷ്യർക്ക് വെളിച്ചം എന്താണെന്ന് മനസ്സിലായി, പക്ഷെ അവർ അന്ധകാരത്തെ ഇഷ്ടപ്പെട്ടു. They knew what is light, but then people preferred darkness എന്ന് പറയും. അവർ അന്ധകാരത്തിൽ ഇരിക്കാൻ താല്പര്യപ്പെട്ടു. പക്ഷെ അന്ധകാരത്തിൽ ഇരിക്കുമ്പോൾ അവര് പുനരൈക്യപ്പെടുന്നതിനെ കുറിച്ച്, ആഴത്തിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് വലിയ വർത്താനങ്ങൾ പറയാൻ തുടങ്ങി. സോ അടുത്ത ഒരു സ്വാംശീകരണം അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചിന്തിക്കണം, ജസ്റ്റ് ആസ്ക് oneself, do we really ready to get reconciled? തല്ലുകൂട്ടങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും മാറി സമാധാനത്തിൻ്റെ ഒരു വഴിയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ തയ്യാറാണ്. മുറിഞ്ഞുപോയ സുഹൃത്ത് ബന്ധങ്ങളെ ഒന്നിച്ചു ചേർത്ത് വീണ്ടും ആ സുഹൃത്തിൻ്റെ കൈ പിടിക്കാനായിട്ട്, ആ സൗഹൃദത്തിൻ്റെ ആ ഒരു ഊഷ്മളതയിൽ വീണ്ടും വളരാനായിട്ട് ആർ യു റെഡി? സോ പുനരൈക്യപ്പെടാൻ ഞാൻ പറഞ്ഞതുപോലെ അതൊരു തീരുമാനമാണ്. പുനരൈക്യപ്പെടണം എനിക്ക് എന്നുള്ളത് ഇറ്റ്സ് എ ഡിസിഷൻ. പ്രാർത്ഥിക്കുന്നത് പോലെ ഇറ്റ്സ് എ ഡിസിഷൻ. ആ തീരുമാനമെടുത്ത് ആ ഒരു പാദം മുന്നോട്ട് വയ്ക്കാനായിട്ട് നമ്മളൊക്കെ തയ്യാറാണോ? അങ്ങനെ ഉള്ള ഒരു ചിന്തയുണ്ട് ബൈബിളിൽ. ഈ പുനരൈക്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നപ്പോൾ, പുനരൈക്യപ്പെടാൻ കഴിയാതെ നിസ്സഹായരായി വർഷങ്ങളോളം കാത്തു നിൽക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ അവരൊക്കെ നല്ല വ്യക്തികളാണെന്നും അവരുടെ ഉള്ളിലൊക്കെ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നും.
മനുഷ്യർ എങ്ങനെയാണ് പുനരിക്കപ്പെടാൻ കഴിയാതെ, വിട്ടുകൊടുക്കാൻ കഴിയാതെ കാത്ത് നിൽക്കുന്നത്? ഐ വിൽ ടേക്ക് യു ടു എ ബൈബിൾ പാർട്ട്. വചനത്തിൻ്റെ ഒരു ഭാഗത്തിലൂടെ കടന്നുപോയിട്ട് നമുക്ക് ഈ ചോദ്യത്തെ വീണ്ടും പേഴ്സണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തില് 1 മുതൽ 9 വരെയുള്ള വചനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണേ. നമ്മളത് മൊത്തം വായിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്കത് അറിയാമായിരിക്കാം. യേശു ജെറുസലേമിലേക്ക് പോവുകയാണ്. അപ്പോൾ ജെറുസലേമത്തിൻ്റെ കവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സൈദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. കുളം എന്ന് വെച്ചാൽ വെരി ബിഗ് തിങ്. കാരണം അതിന് 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. നോർത്തിലൊക്കെ പോയാൽ കാണും ചില ക്ഷേത്രങ്ങളോട് ചേർന്നിട്ട്, അല്ലെങ്കിൽ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിനോടൊക്കെ ചേർന്നിട്ടുള്ള വലിയ കുളം. എത്ര ആളുകൾക്ക് വേണമെങ്കിലും നിൽക്കാം. ഒരു സ്റ്റേഡിയം പോലെയാണ് അതിൻ്റെ ചുറ്റും ഇട്ടിങ്ങനെ. ആ വെള്ളത്തിൻ്റെ നടുക്കാണ് ആ ടെമ്പിള് നിൽക്കുന്നത്. സോമിനി അവിടെ പോയ ആൾക്കാർ കുളിച്ച് ഇതായി ഭംഗിയായിട്ട് തന്നെ ആ ടെമ്പിളിലേക്ക് പോകുന്ന രീതി. ഇവിടെയും അങ്ങനെ ഒരു വലിയ കുളം. ആ കുളത്തിന് ചുറ്റും 5 മണ്ഡപങ്ങൾ. ഈ മണ്ഡപങ്ങളിലൊക്കെ കുരുടരും മുടുന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. ഓക്കെ, ആ 3 കാറ്റഗറിക്കാർ മാത്രമല്ല, അവിടെ കുറേ ആളുകൾ അങ്ങനെ കിടന്നിരുന്നു. 5-ാമത്തെ വാചനത്തിൽ ഇങ്ങനെ പറയുന്നു, 38 വർഷമായി രോഗിയായിരുന്ന ഒരു വ്യക്തിയും അവിടെ ഉണ്ടായിരുന്നു. 38 വർഷം രോഗിയായിരുന്ന ഒരു വ്യക്തിയും അവിടെ ഉണ്ടായിരുന്നു. ഇനി 6-ാമത്തെ വചനത്തിൽ എങ്ങനെ പറയുന്നു, അവൻ, ഈ രോഗിയായ വ്യക്തി, അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അപ്പൊ നിങ്ങൾ ആ കണ്ടു എന്ന് പറയുന്ന വാക്കിലേക്ക് മനസ്സ് കൊണ്ടുപോകണേ. നോട്ടം, കണ്ടു, ചിന്തിച്ചില്ല. ഇറ്റ്സ് നോട്ട് തിങ്കിങ്, ഇത് ജസ്റ്റ് ലുക്കിങ് അറ്റ് ഇവനെ കണ്ടു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞു. He saw that he is lying there and he knew that he has been there for a long time. No? യേശു കണ്ടു, അവൻ അവിടെ കിടപ്പിലാണെന്ന് അറിഞ്ഞു. എന്നിട്ട് അവനോട് ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അത് മനസ്സിലേക്ക് കൊണ്ടുവരണം. 38 വർഷമായി കുളത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്ന കക്ഷി. ആള് കിടക്കുന്നത് കണ്ട് അവൻ അവിടെ കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു അവനോട് ചോദിച്ചു, നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതൊരു കളിയാക്കലല്ലേ? കാരണം അവിടെ കിടന്നിരുന്നവരൊക്കെ സുഖപ്പെടാൻ കിടന്നിരുന്നവരല്ലേ. നമ്മൾ നോക്കുമ്പോൾ അവിടെയുള്ള മുടുന്തരും കുടുരരും തളർവാദ രോഗികളൊക്കെ സുഖപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടെ ഒരു മാലാഖ ഇറങ്ങി വെള്ളം ഇങ്ങനെ ഇളക്കും. അപ്പൊ ആരെങ്കിലും ഇറങ്ങി അവർ സുഖപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ധാരണ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കിടന്നിരുന്നവരൊക്കെ ഇൻവെർട്ടഡ് കോമയില് എല്ലാവരും സുഖപ്പെടാൻ ആഗ്രഹിച്ചു കൊണ്ട് തന്നെയാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനാ യേശു ഇവനെ മാത്രം സ്പോട്ട് ചെയ്തിട്ട് സുഖപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചേ? യു ഷുഡ് നോ. ഇത് ചോദിക്കുമ്പോ ഈ തളർവാദ രോഗിയാണെന്നോ അല്ലെങ്കിൽ 38 വർഷമായി രോഗിയാണെന്ന് പറയുന്ന വ്യക്തിക്ക് അറിയില്ല ഇത് യേശുവാണ് ചോദിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അവിടെ കിടക്കുന്ന ഒരു രോഗിക്കും അറിയില്ല അത് യേശുവാണെന്ന്. അതെങ്ങനെ നമുക്കറിയാം? നമ്മളപ്പോൾ അതിൻ്റെ താഴ്ത്തിക്ക് പഠിച്ചു പോവുകയാണെങ്കിൽ വായിച്ചു പോവുകയാണെങ്കിൽ അവർ ചോദിച്ച്, കിടക്കയെടുത്ത് നീ എന്തിനാ നടക്കണേ? സാബത്ത് ദിവസം കിടക്കയെടുത്ത് നടക്കുന്നത് എന്തിനാണ്? അപ്പോ അവൻ മറുപടി പറഞ്ഞു 11-ാം വചനത്തിൽ, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. 12, അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? 13 എഴുതിയിരിക്കുന്നു, അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. അവിടെ ഒരു വിശ്വാസി യേശുവായിട്ടുള്ള എൻകൗണ്ടർ, മറ്റ് സുഖപ്പെടലുകളിൽ നീ വിശ്വസിക്കുന്നുവോ? അല്ലെങ്കിൽ എന്നെ സുഖപ്പെടുത്തണമേ നസ്രായനായ യേശുവേ, ദാവീദിന്റെ പുത്ര, അല്ലെങ്കിൽ നീ ആണ് സുഖപ്പെടുത്തുന്നവൻ എന്ന് പറയുന്ന ആ ഒരു ദൈവവും മനുഷ്യനും തമ്മിലുള്ള കെമിസ്ട്രി ഒന്നും അവിടെ കാണാനില്ല.
അവിടെ വലിയൊരു ക്രൗഡ് ഉണ്ടായിരുന്നു. ആ ക്രൗഡിൽ യേശു ഈ വ്യക്തിയെ സ്പോട്ട് ചെയ്തു, കണ്ടു. അവൻ അവിടെ കിടപ്പാണെന്ന് അറിഞ്ഞു. എന്നിട്ട് അവനോട് ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എനിക്കത് പലപ്പോഴും കളിയാക്കുന്നത് പോലെ തോന്നും. അതെന്തിനാ അങ്ങനെ പോയി കളിയാക്കിയേ? ആ വ്യക്തിയുടെ ഉത്തരം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ വ്യക്തി കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല പറയണേ. കുറേ കാര്യങ്ങൾ ആ വ്യക്തി യേശുവിനോട് പറയാൻ തുടങ്ങണം. അവൻ പറഞ്ഞു, കർത്താവ് വെള്ളം ഒഴുകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല, ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരു വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. He did not say ഞാൻ ആഗ്രഹിക്കുന്നു. He was giving an explanation. Somebody asked, do you? Then I do എന്നല്ലേ പറയണ്ടേ? നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ്. വേറൊരു സ്ഥലത്ത് യേശു പറയും, നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് എന്നോ നോ എന്നോ ആയിരിക്കണം, അതേ എന്നോ അല്ല എന്നോ ആയിരിക്കണം. അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്നത് പിശാചിൽ നിന്ന് വരുന്നു എന്ന് പറയും. നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ്, അല്ലെങ്കിൽ നോ. അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്നിടത്താണ് വിമുഖത. അപ്പൊ നമുക്ക് ചോദിക്കാം, ഈ വ്യക്തിയുടെ അസുഖം എന്തായിരുന്നു എന്ന് നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കാം. ഇമ്മീഡിയറ്റ്ലി ആൾക്കാർ പറയും തളർവാദ രോഗിയാണെന്ന്. തളർവാദ രോഗിയാണെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. 5-ാം വചനത്തിൽ എഴുതിയിരിക്കുന്നത് 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവന് എന്താ അസുഖം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ചിലപ്പോ മാർക്കിന്റെ 2-ാം അധ്യായത്തിലെ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഒരു ദൃഷ്ടാന്തം കൊണ്ട് അല്ലെങ്കിൽ ഉപമയുണ്ട്. അതില് കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നത് ഇതായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി ഇത് തളർവാദ രോഗിയാണെന്ന് പറയും. പക്ഷെ എക്സ്പ്ലിസിറ്റ്ലി ഇതിൽ തളർവാദ രോഗിയെന്ന് പറഞ്ഞിട്ടില്ല. ഈ വ്യക്തിക്ക് നടക്കാൻ പറ്റും, നടക്കേ വലിഞ്ഞു പോവുക എന്തെങ്കിലുമൊക്കെ പറ്റും. കാരണം അദ്ദേഹം തന്നെ പറയണേ, ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും. ഞാൻ എത്തുമ്പോഴേക്കും ആസ് ഐ മേക്ക് മൈ വേ സോ ഹി ക്യാൻ മൂവ്. അവൻ കിടപ്പിലാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എത്തുമ്പോഴേക്കും വേറൊരുവൻ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരുന്നു എന്നാണ് ആർഗ്യൂ ചെയ്തിരിക്കണേ. സോ ഹി വാസ് നോട്ട് എ തളർവാദ രോഗി. ഓക്കെ, ആ വ്യക്തിക്ക് എന്തെങ്കിലും പൊസഷനുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ആൾ അത്ര ഒരു ദരിദ്രനായിരുന്നോ? നമുക്ക് പറയാം അത്ര ദാരിദ്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു കിടക്കയുണ്ടല്ലോ, അങ്ങനെ കിടക്കയുണ്ട് ആൾക്കാരനോ. അതുകൊണ്ടല്ലേ കിടക്കെടുത്ത് എഴുന്നേറ്റ് പോടാന്ന് പറയണേ. അപ്പൊ ഈ കിടക്കി ഇടാനായിട്ട് ഇത്തിരി സ്ഥലവും വേണ്ടേ? അങ്ങനെയാണെങ്കിൽ കിടക്കി ഇടാനുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ. വാരാന്തി ആയിക്കോട്ടെ, എവിടെയെങ്കിലും ആയിക്കോട്ടെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് 38 വർഷമായിട്ട് രോഗിയായിട്ട് കിടക്കുന്നു എന്നാ പറഞ്ഞിരിക്കണേ. എന്ന് പറഞ്ഞാൽ ആൾക്ക് അത്ര മാരാത്മക രോഗങ്ങളൊന്നുമില്ല. മാരാത്മക രോഗം ഉണ്ടെങ്കിൽ ഇത്രയും വർഷം ജീവിക്കുമോ? മരിച്ചുപോയില്ലേ? സോ ഇറ്റ്സ് നോട്ട് മോർട്ടൽ സിക്നെസ് ആൻഡ് സോ ഓൺ. പിന്നെ ഈ 38 വർഷം ഞഞ്ഞം കഴിക്കാതെ ഒരു ഫുഡ് അടിക്കാതെ അവൻ ജീവിക്കുമോ? അത് മീൻസ് അവന് ഫുഡ് കിട്ടാനുള്ള എന്തെങ്കിലും വ്യവസ്ഥകൾ അവിടെയുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ, ഫ്രീ ആയിട്ട് ഭക്ഷണം, ഒരു കിടക്ക, വർത്താനം പറയാനും എൻജോയ് ചെയ്യാനും കുറേ ആൾക്കാരുള്ള 5 മണ്ഡപങ്ങൾ, ഇവൻ സുഖപ്പെടാൻ ആഗ്രഹിക്കുകയോ? നിങ്ങൾക്കറിയാം അവൻ്റെ അസുഖം എന്താണെന്ന്? ഹി വാസ് എ ലേസി നമ്പർ 1. ഒരു അലസൻ, മടിയൻ. അവൻ ആ രോഗത്തിൻ്റെ ആ ഒരു പരിവേശം അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ ഒരു പരിസ്ഥിതിയെ അവൻ്റെ സർവൈവലിന് വേണ്ടി അവൻ ഉപയോഗിച്ചിരിക്കുക. എന്നിട്ട് പറയാണ് സുഖപ്പെടാൻ ആഗ്രഹിക്കില്ലേ? സുഖപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയാ? എൻ്റെ ദൈവമേ, ഡു യു അതാ കണ്ടത്. അത്രയും രോഗികളുടെ ഇടയിൽ അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് അവനോട് ചോദിച്ചു, ഡു യു വാണ്ട് ടു ബി മെയ്ഡ് വെൽ? നീ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉള്ളില് ചങ്ക് കത്തി പോലെ നെഞ്ചെടുത്തടിച്ച് പറയണ അല്ലെങ്കിൽ അത് യേശുവേ, ഞാൻ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരൊറ്റ കരച്ചിലാ പുറത്തു വരേണ്ടത്. പക്ഷെ അങ്ങനത്തെ ഒരു കരച്ചിൽ ഇദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നില്ല. He started arguing. അപ്പോ യേശു പറയണത്, യേശു അവനോട് പറഞ്ഞു, 8-ാം വചനം, എഴുന്നേറ്റ് കിടക്കയും അടുത്ത് നടക്കുക. ഹിന്ദിയിലൊക്കെ അത് എഴുതി വെച്ചിരിക്കുന്നല്ല, ഊട്ട്, അങ്ങനെ ഒറ്റ അർത്ഥം പറഞ്ഞേ, ദാറ്റ് ഈസ് ദി ഓൺലി ടൈം ഇൻ ബൈബിൾ യേശു ഒരു ഇമ്പരറ്റീവ് ഉപയോഗിക്കണേ. ഒറ്റ കട്ടിങ്ങില് എഴുന്നേൽക്കടാ, സ്റ്റാൻഡ് വിടറ എന്ന് പറയുന്ന സ്റ്റൈലിലുള്ള ഒരൊറ്റ പറച്ചിലാണ് ഔട്ട്, അങ്ങനെ പറഞ്ഞിരിക്കണേ.
കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ യേശുവിൻ്റെ ഹീലിംഗ് സ്റ്റൈലുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ററാക്ഷൻ നടക്കും. ഡു യു ബിലീവ്? ദി അതർ ഫെലോ സേ യാ ഐ ഡു ബിലീവ്. നീ വിശ്വസിക്കുന്നുവോ? ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു. അല്ലെ പറയും നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തോടുകൂടെ പോവുക. അതൊന്നും ഇതിലില്ല. ഇതിൽ സിംപിളി പറയാൻ എഴുന്നേറ്റ് നടക്കട, കിടക്കെടുത്തിട്ട് വിട്ടുപോവുക. ആ കിടക്കെടുത്ത് വിട്ടുപോകുമ്പോ കാണുന്നവർ ഇവൻ സുഖപ്പെട്ടതിനെ കുറിച്ചല്ല വണ്ടറാവണേ, നീ എന്നോട് ആരെ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞതെന്നാണ് ചോദിക്കണേ. അവൻ സുഖപ്പെട്ട വിവരം പോലും അറിഞ്ഞിട്ടില്ല. അപ്പൊ അവൻ പറഞ്ഞത് അയാൾ എന്നെ ഓടിച്ചതാണ്, അതുകൊണ്ട് ഞാൻ കിടക്കെടുത്ത് പറഞ്ഞത്. അപ്പൊ ആരാ അത്? ആൾ ആരെന്ന് പോലും ആൾ അറിഞ്ഞിട്ടില്ല. ആ 38 വർഷം ആ കുളം, ആ മണ്ഡപങ്ങളൊക്കെ ഈ വ്യക്തിക്ക് തൻ്റെതായ ഒരു അജണ്ടയെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു സൂത്രമായിരുന്നു. നമ്മൾ വിചാരിക്കുക പാവല്ലേ. യു ജസ്റ്റ് ആസ്ക്. 100,000 ആർഗ്യുമെന്റുകൾക്കുള്ളിലെ പുനരൈക്യപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? യു ക്യാൻ ഹാവ് ഹൺഡ്രഡ്സ് ഓഫ് ആർഗ്യുമെന്റ്. അപ്പോ ആ എളിമയുടെ അല്ലെങ്കിൽ ആ നമ്മൾ പുനരൈക്യത്തിന്റെ പോഷക ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ആദ്യത്തെ പറഞ്ഞത് ദൈവത്തിന്റെ ആ വലിയ ശക്തമായ കരങ്ങൾക്ക് താഴെ നീ എളിമപ്പെടുവേ. അത് വരണം, ആ എളിമ കയറി വരണം. എന്നിട്ട് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയത്, അവൻ എന്നെ കരുതുന്നവനാണെന്നുള്ള ആ ട്രസ്റ്റ് വരണം. പിന്നെ അവൻ തന്നെ ഡിസിപ്ലിൻ ചെയ്യണം, നിഷ്ഠാപരമായ പ്രയത്നം വരണം. പിന്നെ അത് മുന്നോട്ട് പോകാനുള്ള ദൃഢമായ ആശ വരണം, ആ പെർസീവിയറൻസ് വരണം. അത് വരുമ്പോഴാണ് നമ്മൾ യെസ് ലോർഡ് എന്ന് പറയാം. പക്ഷെ പുനരൈക്യം പിന്നീട് ആ ഒരു യെസ് ആണ്, ഒരു ഉള്ളിൽ നിന്ന് പൊന്തി വരുന്ന ജസ്റ്റ് വൺ യെസ്. അതാ സന്യാസം. അതിൽ പിന്നെ ആർഗ്യുമെന്റുകളില്ല. ഇന്നത്തെ ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ സന്യാസത്തിന്റെ ഭാവങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ ചിലർ സിമ്പിളായിട്ട് പറഞ്ഞു അങ്ങനെ ആ സിസ്റ്റം ഒക്കെ എടുത്ത് കളഞ്ഞൂടെ എന്നൊക്കെ പറയുമ്പോൾ ഈ ഉള്ളിൽ ആർഗ്യുമെന്റുകളില്ലാതെ നീ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേറെ ആർഗ്യുമെന്റുകൾ ഒന്നും പറയാതെ യെസ് ലോർഡ് ഐ ഡു എന്ന് പറയാനുള്ള കഴിവ്. ഈ ലാറ്റിൻ കുർബാന, ഈ ലാറ്റിൻ കല്യാണത്തിന്റെ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ they will ask, do you want to keep here? So the candidate, the husband and that man and woman, he say I do. That's all. വൈദികൻ ചോദിക്കുമ്പോ ദാറ്റ് ഇപ്പൊ ആണാണോ പെണ്ണാണോ അവർ ഐ ഡു. അതെ, അതിൻ്റെ അപ്പുറത്തേക്ക് വർത്താനങ്ങളില്ല. അതാ സന്യാസം. ആ ദമ്പതികൾ സന്യാസത്തിലേക്കാണ് കയറണേ. അല്ലെങ്കിൽ ഒരു സുഹൃത്ത്, നിന്റെ സുഹൃത്തായിരിക്കും ഞാൻ, നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരിക്കുമോ? യെസ്. ആ യെസ് ആ സന്യാസം. ആ യെസ്സിലേക്ക് കടന്നതിന് ശേഷം മാത്രമേ നമുക്ക് പുനരൈക്യത്തിന്റെ ബാക്കി തലങ്ങളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മൾ ഇതിനോട് അടുക്കും തോറും നമ്മളെ തന്നെ ആ സമർപ്പിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ആ വിട്ടുകൊടുക്കുന്നതിന് മുമ്പായിട്ട് 38 കൊല്ലം വേണമെങ്കിൽ നമുക്ക് ആ ആഗ്രഹത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചു താമസിക്കാം. ചുറ്റും നടക്കുന്ന ആധ്യാത്മിക തള്ളലുകൾക്കുള്ളില് അല്ലെങ്കിൽ പാട്ടുകൾക്കുള്ളില് പലതരത്തിലുള്ള ആ രീതികൾക്കുള്ളിലൊക്കെ എനിക്ക് സുഖപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുകയും കർത്താവ് നിനക്ക് സുഖപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, ലെയിം എക്സ്ക്യൂസുകൾ എന്ന് പറയും. ആ മുടന്തൻ ന്യായങ്ങൾ ഉണർത്തിക്കൊണ്ട് വിമുഖനായിട്ട് തിരിച്ചു പോകും. യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന ആ യുവാവിനെ പോലെ എനിക്ക് നിത്യരക്ഷ വേണം എന്ന് പറയുമ്പോൾ യേശു പറയും, ഒരു കാര്യം നിന്നിൽ കുറവുണ്ട്. ആള് തിരിച്ചു പോയി എന്നാ പറയണേ. ആ ഒരു കാര്യം ഒരു യെസ് പറയലായിരുന്നു. ആ യെസ് പറയാൻ നമുക്ക് പറ്റുന്നില്ല. പിന്നീട് യേശു എന്നെ കഴിക്കണം, എന്നെ ഭക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ ശിഷ്യന്മാരും പറയും, ആർക്ക് കേൾക്കാം ഇതൊക്കെ എന്ന് പറഞ്ഞ് അവർ വിട്ടുപോകുമ്പോൾ യേശു ആ ശിഷ്യന്മാരോട് പറയും, നിങ്ങൾക്കും വിട്ടുപോകണോ? നിനക്കും പോകണം. ഡു യു ഓൾസോ വാണ്ട് ടു ഗോ അവേ? Then Peter പറയും, to whom shall we go, Lord? We don't want. ആ യെസ് വന്നാൽ മാത്രമേ പുനരൈക്യത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പുനരൈക്യം എന്ന ആ ഒരു ചിന്തയുടെ
ആ മണ്ഡപങ്ങളില് 38 വർഷമല്ല 380 വർഷം പോലും നമ്മൾ കാത്തു നിൽക്കും. ഉദയംപൂർ പേരൂരിലെ സംഭവിച്ചതും കൂനംകുരിശിൽ സംഭവിച്ചതും പിന്നീട് നടന്ന സംഭവവാസ്യങ്ങളൊക്കെ ഐ ഡു എഗ്രി. തെറ്റുകളുടെയും മിസ്അണ്ടർസ്റ്റാൻഡുകളുടെയും തെറ്റിദ്ധാരണകളുടെയും ഒക്കെ കഥകൾ. പക്ഷെ അതിൻ്റെ തീരങ്ങളിൽ മാത്രമേ നമ്മൾ ഇരിക്കൂ. അല്ലെങ്കിൽ അതിൻ്റെ തീരങ്ങളിൽ എന്ത് കാത്താ നമ്മൾ ഇരിക്കുന്നത്? അതിൻ്റെ തീരങ്ങളിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ, അവൻ അവിടെ 380 വർഷങ്ങളായിട്ടാണ് അവിടെ കിടക്കുന്നത് എന്ന് അറിയുമ്പോൾ, അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുമ്പോൾ, പുനരൈക്യപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുവോ? ഹൗ ഡു യു ആൻസർ? അതിലേക്ക് കടക്കണം. ആ ചോദ്യം പിതാവ് ചോദിച്ചു. അതാ പിതാവിനെ പിന്നീട് അടുത്ത തലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ശക്തി കൊടുക്കുന്നത്. അതിനെയാണ് സന്യാസത്തിൽ സ്ഫുടം ചെയ്ത മനസ്സ് എന്ന് പറയുന്നത്. അവിടെ ഒരു യെസ് മാത്രമേ ഉള്ളൂ. ഇന്ന് സന്യാസത്തിന്റെ ചില വൈകൃതങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ സന്യാസത്തെ കുറിച്ചും ഒക്കെ ചാനൽ ചർച്ചകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദ മിസ് യേശുവിനോട് പറയുന്ന ഈ യെസ്, നീ ആഗ്രഹിക്കുന്നു, എന്നോട് കൂടെ ഒരു സമർപ്പിത ജീവിതത്തിന് നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോ ഐ ഡു, ദാറ്റ്സ് ഓൾ, നോ ചർച്ച. പിന്നീട് അവനോട് കൂടിയിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ്, അവന്റെ ഇഷ്ടങ്ങളെ പൂർത്തീകരിക്കാനായിട്ടുള്ള. അപ്പൊ എന്തായിരിക്കും അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത്? അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ് പുനരൈക്യം. അത് വിഘടനത്തിന്റെയോ വിഭാജനത്തിന്റെയോ ആത്മാക്കളെ കൊണ്ടുവരില്ല. ഈ സുഖപ്പെടുന്നതിനെ കുറിച്ച്, ഈ രോഗങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ ഈ ധ്യാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഒത്തിരി അസുഖങ്ങളില്ലേ. നമ്മുടെ പലതരത്തിലുള്ള വാശികള്, ഇറിറ്റേഷനുകള്, ദേഷ്യങ്ങള്, ആ ഒരു ആങ്കർ. ഇപ്പൊ നിന്റെ ആ ആങ്കറിൽ നിന്ന് നീ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ അത് ദേഷ്യമൊക്കെ മാറിയില്ലെങ്കിൽ എങ്ങനെ ശരിയാവണേ? നമ്മൾ ഇത്രയും ക്രിസ്ത്യനായിട്ട് നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് വന്നിട്ട് നമ്മുടെ ദേഷ്യങ്ങളൊക്കെ കളഞ്ഞില്ലെങ്കിൽ എങ്ങനെ ശരിയാണ്? പക്ഷെ ആ ദേഷ്യം കളയാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അത് പോവില്ല അച്ഛാ. എൻ്റെ അപ്പന്മാരൊക്കെ ആയിട്ട് ഇത്തിരി ചൂടന്മാരാണ്, ഞങ്ങളങ്ങനെ ജനറ്റിക്കായിട്ട് ഞങ്ങൾ ഇത്തിരി ദേഷ്യക്കാരാ. അത് ശരി. പക്ഷെ പരിശുദ്ധാത്മാവിന് നിന്റെ ആ ദേഷ്യത്തെ എടുത്തു കളയാൻ ഇപ്പൊ കഴിവുണ്ടെങ്കിൽ, കർത്താവേ എൻ്റെ ദേഷ്യത്തെ എടുത്തു കളയണമേ എന്ന് പറയാനുള്ള ഒരു ഡു, അത് പറയാൻ നിനക്ക് ചങ്കുറപ്പുണ്ടോ? അപ്പിച്ചിരിക്കും നമ്മൾ തിരിച്ചു പോകും. ചില നേരത്തെ നമ്മുടെ ബാക്ക് പെയിനുകള്, നമ്മുടെ തലവേദനകള് ഒക്കെ ഈ സുഖപ്പെടാൻ ആഗ്രഹമില്ലാതെ 38 വർഷവും 58 വർഷവും 60 വർഷവും അങ്ങനെ നിൽക്കാനുള്ള ആഗ്രഹമല്ലേ, തിരുത്താനുള്ള ആഗ്രഹമില്ലാതെ. കാരണം നമുക്കറിയാം, ഒരു സ്റ്റെപ്പും കൂടി ഇനി എടുത്താൽ അത് രക്ഷാകരമായ തിരുത്തലായിരിക്കും. ആ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ഉള്ളില് നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് മാറും. നമ്മൾ ശിഷ്യത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് വരും. അപ്പൊ പ്രാക്ടീസ് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, വി വിൽ ബിക്കം. വളരുക മാത്രമല്ല, നമ്മൾ ആയിത്തീരും. പക്ഷെ ആ ആയിത്തീരുന്നതിനെ നമ്മൾ പലപ്പോഴും ഭയക്കുന്നു. സമർപ്പണ ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും വിവാഹ ജീവിതത്തിലും ഒക്കെ ആ അവസാന ലാപ്പ് നടക്കാൻ, ആ അവസാന ലാപ്പ് വരെ ഐ ഡു എന്ന് പറയാനായിട്ട് നമുക്ക് ചങ്കുറപ്പില്ല. അപ്പൊ അറിയണം, പുനരൈക്യപ്പെടാൻ താല്പര്യമില്ലാതെയാണ് നമ്മൾ തിരിച്ചു പോകുന്നതെന്ന്. ആധ്യാത്മിക ഹീലിംഗ് അല്ലെങ്കിൽ രക്ഷാകരമായ തിരുത്തിൽ അത്ര എളുപ്പത്തിലൊന്നും സംഭവിക്കുന്നതല്ല. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഇത് നിർത്താൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്ത് പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എപ്പോഴും ആസ്മയുണ്ട്, ആസ്മ ബമാർ. ബമാർ എന്ന് പറഞ്ഞ ഒറിയയിൽ പറയണത് രോഗം, ആസ്മ എന്ന് വലിച്ചുകൊണ്ട് നടക്കും. ഓക്കെ. അപ്പോൾ ഈ അച്ഛൻ അത് കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ ഒരു 30-35 വർഷമായി. അച്ഛന് ഈ ആസ്മ അസുഖം ഭയങ്കരമാണ്. തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ വലിയാണ്. ഞാൻ വെറുതെ ഒരു ദിവസം ഈ അച്ഛനോട് ചോദിച്ചു, അച്ഛ സുഖപ്പെടാൻ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നീ അവിടെ ഇവിടെയൊക്കെ പ്രീച്ച് ചെയ്ത് ഇപ്പൊ കൊല്ലക്കടയിൽ സൂചി വെക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണോടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതല്ല അച്ഛാ, വെറുതെ ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ ചോദിച്ച അച്ഛൻ്റെ ഈ ആസ്മ കൊണ്ട് അച്ഛന് വല്ല ഗുണങ്ങളൊക്കെ ഉണ്ടോ, അച്ഛനതൊന്ന് എഴുതി നോക്കിയേ എന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞിട്ട് തിരിച്ചു നടന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞു ആസ്മ കൊണ്ട് അച്ഛന് ഒത്തിരി ഗുണമുണ്ട്. കാരണം അച്ഛൻ ആദ്യത്തെ ആസ്മ അറ്റാക്ക് വന്നത് എങ്ങനെയെന്നറിയോ?
പട്ടം കെട്ടി 3 മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അപ്പോയിൻമെന്റ് കയ്യിൽ വന്നപ്പോൾ മലയുടെ മുകളിലുള്ള കറണ്ട് ഇല്ലാത്ത മലയുടെ മുകളിലുള്ള ഒരു വില്ലേജ് മിഷൻ പാരിഷിൽ അസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് അപ്പോയിൻമെന്റ് വന്ന് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ലെറ്റർ നോക്കിയിട്ട് ആദ്യത്തെ എന്ന് പറഞ്ഞിട്ട് ആസ്മ വന്നു. 3 വലിയാണ് ശ്വാസം മുട്ടി നിൽക്കല്. ആശുപത്രിയിൽ 2 മാസം എല്ലാവരും കൂടി മീറ്റിംഗ് എടുത്തു. ഇതിനെ ഈ തണുപ്പ് പിടിച്ച ആ കറണ്ടും ഇല്ലാത്ത മലയുടെ മുകളിലേക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എന്താ അവസ്ഥയാവും? ഓക്കെ, അവനെ പിടിച്ച് മൈന സെമിനാറിലെ അസിസ്റ്റന്റ് ഡയറക്ടറാക്കി. 1 മാസം കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നു, ഇപ്പം ഇത്തിരി ഭേദമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷം അങ്ങനെ പോയി. പിന്നെ ഒരു ട്രാൻസ്ഫറിന്റെ കാറ്റടിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അച്ഛന് വീണ്ടും ആസ്മ വന്നു, വലിയോട് വലി. അപ്പൊ പിന്നത്തെ അപ്പോയിൻമെന്റ് കത്തീഡ്രൽ പള്ളിയിലെ അസിസ്റ്റന്റ് ആയിട്ട് വെച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ അച്ഛൻ പറയും, ഇപ്പൊ ഞാൻ ഇത്തിരി ചേരമൂലി എന്ന് പറഞ്ഞാൽ നാട്ടുവൈദ്യം, ഈ നാട്ടുവൈദ്യമൊക്കെ കഴിച്ച് ഈ പച്ചമരുന്നൊക്കെ കഴിച്ച് ഇപ്പൊ ഇത്തിരി സുഖമുണ്ട് എന്നൊക്കെ പറയും. പിന്നെ ട്രാൻസ്ഫറിന്റെ കാറ്റ് വരുമ്പോൾ അച്ഛന് ആസ്മ കയറി വരും. അപ്പൊ അടുത്തത് അങ്ങനെ അച്ഛന് ഈ ആസ്മ കൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തൻ്റെ ജീവിതത്തിലെ ഒന്നിനെ അഭിമുഖീകരിക്കാതെ സുഖലോലുപതയുടെ തൻ്റെതായൊരു ലോകത്തെ സൃഷ്ടിക്കാൻ ഈ ആസ്മ അച്ഛന് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എന്നാണോ അച്ഛൻ വ്യവസ്ഥകളില്ലാതെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു അപ്പോയിൻമെന്റ് മേടിച്ചിട്ട് ഞാൻ എൻ്റെ വൈദിക ജീവിതത്തിൽ അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതത്തിൽ ഐ ഹാവ് സെഡ് ആൻഡ് ഐ ഡു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അച്ഛൻ പറയുന്നു, അച്ഛൻ്റെ ആസ്മ അന്ന് പോവച്ചാ. അല്ലെങ്കിൽ 38 വർഷമല്ല 68 വർഷവും സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ബെത്സൈദ കുളത്തിന്റെ മണ്ഡപങ്ങളിൽ കാത്തുകിടക്കും. പക്ഷെ അവിടെ എത്ര പ്രാവശ്യം യേശു നിന്നെ കണ്ടാലും അല്ലെങ്കിൽ യേശു അറിഞ്ഞ് നിന്റെ അടുത്ത് വന്നിട്ട് നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് മാറിപ്പോകാനായിട്ട് ശ്രമിക്കും. പുനരൈക്യത്തിനും അത് സംഭവിക്കാം. നമ്മുടെ പല ചാനൽ ചർച്ചകളിലൊക്കെ ഈ അതെ എന്നും അല്ല എന്നും പറയുന്നതിൻ്റെ ഇടയ്ക്കുള്ള വർത്താനങ്ങളാണ്. അതൊക്കെ പിശാചിൽ നിന്ന് കടന്നു വരുന്നതാണ്. ഒരു ഐഡു പറയാൻ കഴിയാത്ത, അതല്ലെങ്കിൽ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കാത്ത, അപ്പോഴാണ് അത് വിഭജനത്തിൻ്റെയും സുഖലോലുപതയുടെയും ദേ ക്രിയേറ്റ് എ വേൾഡ് ദെൻ. അപ്പൊ പലപ്പോഴും പുത്തൻകൂർ സമുദായത്തിന്റെ അന്നത്തെ കാലഘട്ടത്തെ പിതാവ് നോക്കിക്കാണുമ്പോൾ പിതാവ് ബിഗിൻ ടു സീ ബെത്സൈദ കുളത്തിന്റെ അടുത്ത് 270 കൊല്ലക്കാലം പുനരൈക്യപ്പെടാനും ഒന്നിക്കപ്പെടാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ജനത. അത് 1-ാം മാർത്തോമ തൊട്ട് തുടങ്ങിയ പുനരൈക്യ സമീപനങ്ങള്, അവരെല്ലാവരും പുനരൈക്യപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊക്കെ ഈ 38 വർഷമായി രോഗിയെ പോലെ എപ്പോഴും വെള്ളം അനങ്ങുമ്പോഴും എനിക്ക് പുനരൈക്യപ്പെടണം എന്നുള്ള ഒരു ബാഹ്യ ചിന്തയിൽ മാത്രം ഒതുങ്ങി നിന്നു. When it want to take and say I do, അവിടെ ഒത്തിരി സ്വാർത്ഥതകൾ പൊന്തി വന്നു. കാരണം അവിടെ കുറെ പൊളിറ്റിക്സ് ഉണ്ട്. ആ മണ്ഡപത്തിന്റെ ഉള്ളിലും ഒത്തിരി തമാശകളുണ്ട്. ഇപ്പൊ ചിലവരോട് ഞാൻ ബീഡി വലി നിർത്തുമെന്ന് ചോദിക്കുമ്പോൾ നിർത്താച്ചാ, പക്ഷെ അവൻ നിർത്തില്ല. കാരണം ആ ബീഡി വലിയിലും ഒരു ആനന്ദമല്ലേ. അന്ധകാരത്തിന്റെ പ്രവൃത്തികൾക്കുള്ളിലും ആനന്ദമുണ്ട്. പക്ഷെ അതൊക്കെ ഉറഞ്ഞുകൂടുന്ന അല്ലെങ്കിൽ ഊറിക്കൂടുന്ന മ്ലേച്ഛതകളായിട്ട് കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഐ ഹാവ് നോട്ട് സെഡ് ആൻഡ് ഐ ഡു. എൻ്റെ അധികാരിയോട് പിതാവില് അതൊരു വലിയ തേങ്ങലായിട്ട് മാറി. പിതാവ് ആ പുത്തൻകൂർ സമുദായം മുഴുവനും 38 വർഷം രോഗിയായിട്ട് ആ മണ്ഡപത്തിൽ അങ്ങനെ നോക്കിയിരിക്കുന്ന, വെറുതെ ആഗ്രഹിക്കുന്ന, എന്നാൽ യേശുവിൻ്റെ ആ കണ്ട് അറിഞ്ഞ് നീ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ വേറെ ഒത്തിരി മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് അതിനെ മാറ്റി നിർത്തുന്ന ഒരു തലത്തിലേക്ക് വളരാതെ യേശുവിൻ്റെ മുമ്പിൽ പിതാവ് തന്നെ സമർപ്പിച്ചു. അപ്പൊ പുത്തൻകൂറിന്റെ ആ 270 കൊല്ലക്കാലത്തെ കാത്തിരിപ്പ് കണ്ട് അവരെല്ലാവരും വേദനിക്കുന്നവരാണെന്ന് അറിഞ്ഞ് പിതാവ് പറയും ഐ ഡു.
അവിടെ പുനരൈക്യം തുടങ്ങും. That made him a different level of human being. 38 വർഷം അവിടെ കിടക്കുന്നത് കൊണ്ടോ 270 വർഷം കിടക്കുന്നതുകൊണ്ടോ അവർക്ക് ജീവിതമില്ലേ? ജീവിതമുണ്ട്. പക്ഷെ വാട്ട് മെയ്ഡ് ഹിം എ ഡിഫറെന്റ് പേഴ്സൺ? പിതാവിനെ എങ്ങനെയാണ് ഒരു വ്യത്യസ്തനാക്കിയത്? പിതാവ് ആ സമുദായത്തെ മൊത്തം തൻ്റെ ഹൃദയത്തിലേക്ക് എടുത്ത് അങ്ങനെ കിടക്കുന്ന സമുദായത്തെ കണ്ട് അവരങ്ങനെ കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു അവരുടെ മുമ്പിൽ എത്തിച്ചോക്കിയാണ്, നിങ്ങൾ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യു ആഡ് ഇൻ ഇൻവെർട്ടഡ് കോമ, നിങ്ങൾ പുനരൈക്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പിതാവ് അൺകണ്ടീഷണലി തന്നെ വിളിച്ചവനോട് പറഞ്ഞു, ഐ ഡു. അതിൽ നിന്ന് ആ പുനരൈക്യം തുടങ്ങുന്നത്. പിതാവ് പിന്നീട് ആ പുനരൈക്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു? തൻ്റെ സന്യാസത്തിൽ സ്ഫുടം ചെയ്ത മനസ്സിൽ അത് പിന്നീട് ഒരു നിക്കോദമസിനെ പോലെയോ അല്ലെങ്കിൽ ഫരീസിയസിനെ പോലെയോ വെറുതെ ഒരു ചർച്ചകളിൽ മാത്രം ഒതുക്കി നിർത്താതെ തൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രമായ ഒരു പരിവർത്തനത്തിന് വേണ്ടി ഈ സെഡ് ആൻ ഐ ഡു. ആ ഐ ഡു അല്ലെങ്കിൽ അതേ യേശുവേ എന്ന് പറയുന്നതിലേക്ക് ഒത്തിരി ജനങ്ങളും ഒന്നു ചേർന്ന് ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഐ ഡു. ആ ഐ ഡു ബ്രോട്ട് ഔട്ട് മലങ്കര സിറിയൻ കാത്തലിക് ചർച്ച്. ഞാനിവിടെ നിർത്തുന്നു. അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ആമേൻ.